നമസ്കാരം. ദിലീപിൻ്റെ 150-ാം ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലി മെയ് 9-ന് തിയേറ്ററുകളിൽ എത്താനിരിക്കുകയാണ്. നവാഗതനായ ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന കുടുംബ ചിത്രത്തിലൂടെ ദിലീപിൻ്റെ മികച്ച രീതിയിലുള്ള ഒരു തിരിച്ചുവരവ് തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. ഡാൻ ശ്രീനിവാസനും ജോസുകുട്ടി ജേക്കബും ചിത്രത്തിൽ ദിലീപിൻ്റെ അനിയന്മാരായി എത്തുന്നു. ഏകദേശം ഒരു വർഷത്തിനു ശേഷമാണ് ദിലീപ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ദിലീപ് ചിത്രത്തിനായി പ്രേക്ഷകർ വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ തന്നെ മറുവശത്ത് താരം പ്രതിയായ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട ചർച്ചകളും കൂടുതൽ സജീവമായി. കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതും ഇതിനിടയിൽ തന്നെയാണ്. ഇതോടെ തുടരന്വേഷണം ഉണ്ടാകുമെന്ന പ്രചരണം ഉണ്ടായെങ്കിലും കേസിലെ വിചാരണ ഏപ്രിൽ 11-ന് അവസാനിച്ചിരുന്നു. കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും വിമർശനങ്ങളും ശക്തമായി ഉയരുമ്പോൾ ദിലീപുമായോ അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരോ യാതൊരുവിധ പ്രതികരണങ്ങളും നടത്തുന്നില്ല. എന്നാൽ ദിലീപ് അനുകൂലികൾ അദ്ദേഹത്തിന് വലിയ പിന്തുണയുമായി രംഗത്ത് വന്നിരുന്നു. ഇത്തരത്തിൽ ഒരു കുറിപ്പാണ് ദിലീപ് ഫാൻസ് എന്ന പേജിൽ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത്. എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത വിലക്കുകളുണ്ട് എന്ന് ദിലീപിൻ്റെ വാക്കുകളാണ് പേജിൽ പങ്കുവച്ചിരിക്കുന്നത്. ഏത് പ്രതിസന്ധിയിലും എന്നെ നിലനിർത്തുന്ന എൻ്റെ ഓഡിയൻസിനോടാണ് എൻ്റെ കമ്മിറ്റ്മെൻറ്റ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചില സാഹചര്യങ്ങളിൽ എനിക്കിപ്പോൾ മീഡിയാസിൻ്റെ മുന്നിൽ പോലും വന്ന് നിൽക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാത്ത വിലക്കുകളുണ്ട്. എനിക്കെതിരെ അനാവശ്യ വിമർശനങ്ങൾ നടക്കുമ്പോൾ അതല്ല അതിൻ്റെ സത്യമെന്ന് പറയാൻ പറ്റാതെ എന്നെ ബ്ലോക്ക് ചെയ്തു വച്ചിരിക്കുകയാണ്. ദിലീപ് നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകൾ അതുപോലെ തന്നെ ആരാധകരും ആവർത്തിക്കുകയാണ്. എന്നെങ്കിലും എനിക്ക് സംസാരിക്കാൻ ഒരവസരം ദൈവം തരും എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഓരോ ദിവസവും ഇതെല്ലാം സഹിച്ചുകൊണ്ടേയിരിക്കുന്നത്. എനിക്കെന്ത് പ്രശ്നം വന്നാലും എനിക്കത് നിയമപരമായി മാത്രമേ നീങ്ങാൻ പറ്റൂ. അല്ലാതെ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് എന്നെ ആർക്കും കല്ലെറിയാം, എന്നെ ആർക്കും കരിവാരി തേക്കാം, പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കതെല്ലാം കേട്ടിങ്ങനെ ഇരിക്കാം. കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് നിയമപരമായി മാത്രം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് ഞാൻ എൻ്റെ വഴിക്ക് അതായിട്ട് മുന്നോട്ട് പോകുന്നു. എൻ്റെ ശക്തി എന്ന് പറയുന്നത് എൻ്റെ പ്രേക്ഷകരാണ്. ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ ഇവിടെ ഉണ്ടാക്കിയതും നിലനിർത്തിയതും എല്ലാം എൻ്റെ പ്രേക്ഷകർ തന്നെയാണ് എന്നായിരുന്നു കുറിപ്പിൽ പറയുന്നത്. ദിലീപിൻ്റെ ആരാധക കൂട്ടായ്മയുടെ പേജായതിനാൽ തന്നെ കുറിപ്പിന് വലിയ രീതിയിലുള്ള പിന്തുണയാണ് താരത്തിന് ലഭിക്കുന്നത്. ആരെന്ത് പറഞ്ഞാലും മുന്നോട്ട് പോകാനും തളർത്താനും കുറ്റം പറയാനും ബാഡ് കമൻസ് ഇടാനും ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാകും. സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകും. നീതി കിട്ടി ജയിച്ചു വരും, ശക്തമായി തിരിച്ചു വരും എന്നൊക്കെയാണ് ആരാധകർ കുറിക്കുന്നതും. ദിലീപിനെ ഒതുക്കാൻ സിനിമയിൽ തന്നെ ഉള്ളവർ പലരാണ്. അവർ ഒന്നിച്ചപ്പോൾ ദിലീപ് കുറ്റക്കാരനായി, ആടിനെ പട്ടിയാക്കിയതുപോലെ. ഇപ്പോൾ അതിൻ്റെ ഫലം ഓരോരുത്തരും അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പക്കാ ഫ്രോഡ് ജയിലിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട് ദിലീപിനെ തോൽപ്പിക്കാൻ. ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. സത്യം ജയിക്കും. ഒരു ശിക്ഷയും കിട്ടാതെ ദിലീപ് വിജയക്കൊടി പാറിപ്പറപ്പിച്ച് വിജയശ്രീ ലാടനായി പുറത്തു വരും. നമുക്ക് കാത്തിരുന്ന് കാണാം എന്നാണ് ദിലീപ് ആരാധകർ പറയുന്നത്.